ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നവ്യ നായരുടെ അമ്മായിയമ്മ, അതായത് സന്തോഷ് എന്ന നവ്യയുടെ ഭർത്താവിൻ്റെ അമ്മ, ബേബിയമ്മയുടെ മരണവാർത്ത എല്ലാവരും അറിഞ്ഞത്. അന്ന് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്തതും അമ്മയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ആദ്യം ഒരുക്കാനും നവ്യ ഉണ്ടായിരുന്നു. സന്തോഷമായി ചില പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ അമ്മയും മകനും സംസാരിക്കാറില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആരുടെ ചടങ്ങിന് ചെന്നില്ലെങ്കിലും നവ്യ ഈ ഒരു ചടങ്ങിനെത്തുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. ഇപ്പോഴിതാ വിഷുസദ്യ ഒരുക്കി അമ്മയ്ക്ക് വേണ്ടി ഒരില മാറ്റിവെക്കുകയും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥനയർപ്പിച്ച് മകൾ ചെയ്യുന്നത് പോലെ തന്നെ നവ്യ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഒരു മക്കളും ഇത് ചെയ്യില്ല. സാധാരണ ഒരു മരണം കഴിഞ്ഞാൽ ആ ആത്മാവിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി പിന്നീട് വീട്ടിൽ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരില മാറ്റിവെക്കുകയും അതവർക്ക് വേണ്ടി സങ്കല്പമായി നൽകുകയും ചെയ്യുന്ന പതിവുകളുണ്ട്. അത് ചില വീടുകളിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലൊന്നാണ് നവ്യ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാകുന്നു. പ്രേക്ഷകരൊക്കെ തന്നെയും വളരെ നന്നായി സംസാരിക്കുകയും അതേപോലെ തന്നെ അതിനെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. നവ്യയ്ക്ക് എന്തുമാത്രമാണ് സന്തോഷിൻ്റെ അമ്മയോടുള്ള ഇഷ്ടമെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു. വിഷുസദ്യ ഒരുക്കുന്ന സമയം അമ്മയ്ക്ക് വേണ്ടി ഒരു ഇല മാറ്റുകയും അമ്മയുടെ ഇഷ്ടമുള്ള കറികൾ ഉണ്ടാക്കുകയും അത് നൽകുകയും ഒക്കെ ചെയ്യുന്നത് ഒരു സങ്കല്പമാണ്. ഇന്നത്തെ തലമുറയൊന്നും തന്നെ ഈ സങ്കല്പത്തിൽ വിശ്വസിക്കുന്നില്ലായിരിക്കും. പക്ഷേ നവ്യയെപ്പോലെ എല്ലാ കാര്യങ്ങൾക്കും വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അതൊരു വലിയ കാര്യം തന്നെയാണ്. സായും നവ്യയോടൊപ്പം ഇപ്പോൾ ആഘോഷിക്കുകയാണ് വിഷു എന്ന് പറഞ്ഞ് അവരൊരിക്കലും അവരുടെ വീട്ടിൽ സംഭവിച്ച ആ ദുഃഖത്തിനെ മറികടക്കുന്നില്ല. ആ ദുഃഖത്തിൽ നിന്ന് മാറാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓർമ്മകൾ ഒരിക്കലും മാറുന്നില്ല. അതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നവ്യ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി, അതായത് സ്വന്തം അമ്മ എന്ന രീതിയിൽ തന്നെ കണ്ട തൻ്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. അതും ഇതിലൂടെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരും അത് പറയുകയും ചെയ്യുന്നു. ഓരോ തവണയും നിൽക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി സംസാരിക്കുന്ന പോലെ തന്നെ പ്രേക്ഷകർ ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു. കൃത്യമായി തന്നെയാണ് എല്ലാവരും നവ്യയുടെ പോസ്റ്റ് കണ്ടത്. എന്നാൽ അമ്മായിയമ്മ മരിച്ചിട്ട് അധികം നാളായില്ല. ശരിക്കും പറഞ്ഞാൽ 16 ആയിട്ടേ ഉള്ളൂ. എന്നിട്ട് എന്തിനാണ് നവ്യ ഇങ്ങനെ ആഘോഷിക്കുന്നത്? അത് ആഘോഷിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും എത്തുന്നുണ്ട്. എന്നാൽ അത് ആഘോഷിക്കണോ വേണ്ടയോ എന്നൊക്കെ നവ്യയുടെ തീരുമാനമാണ്. നവ്യ അത് ആഘോഷിക്കുകയല്ല. എല്ലാ നാളും നമുക്ക് സങ്കടമോർത്ത് ഇരിക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയാണ്. പക്ഷേ വിഷു ദിവസം അമ്മയെക്കുറിച്ച് ഓർത്ത് തന്നെയാണ് നവ്യ ഇരിക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകും. കാരണം അമ്മയ്ക്ക് വേണ്ടി ഒരു ഇല മാറ്റിവെക്കുകയും അമ്മയ്ക്ക് വേണ്ടി ആ കാര്യങ്ങളെല്ലാം ചെയ്യാനും മുൻകൈ എടുക്കുകയും ചെയ്യുകയാണ് അവിടെ നവ്യ ചെയ്യുന്നത്. അതൊരു മകളുടെ സ്നേഹം തന്നെയാണ്. ഒരിക്കലും മരുമകൾ ഇങ്ങനെ ചെയ്യുമോ എന്നറിയില്ല. പക്ഷേ നവ്യയുടെ സ്നേഹം ഒരമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹം തന്നെയാണ് എന്ന് മനസ്സിലാകുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.